നമസ്കാരം. പുരാണങ്ങളിൽ ശിവഭഗവാന്റെ രാജധാനി എന്ന് കരുതപ്പെടുന്ന കൈലാസത്തിൽ ചെന്നെത്തി ഭഗവത് ദർശനം സാധ്യമാക്കുക എന്നത് ജ്ഞാനികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 63 നായന്മാരിൽ ഒരാളായ അപ്പർ സ്വാമികൾക്ക് ഭഗവാൻ കൈലാസ ദർശനം കൊടുത്ത സ്ഥലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും നന്ദികേശനെ ഭഗവാൻ തന്റെ മകനായി ഏറ്റെടുത്തതുമായ തിരുവയ്യാർ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു അറം വളർത്ത നായകി ഉടനുരെ അയ്യാറപ്പർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ തിരുവയ്യാറ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, അയ്യാറപ്പർ, പഞ്ചനദീശ്വരർ എന്നീ നാമങ്ങളിലും ദേവി പാർവതി, അറം വളർത്ത നായകി, ധർമ്മസംവർദ്ധിനി എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. അതിപുരാതനമായ വലിയൊരു ക്ഷേത്രമാണിത്. പ്രധാനമായും യമഭയം മാറ്റുന്ന സ്ഥലവും. തിരുവയ്യാർ സപ്തസ്ഥാന ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് ഈ ക്ഷേത്രം. 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന തമിഴ്നാട്ടിലെ പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരം പാടലിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 51ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ, സുന്ദരർ, സമ്പന്തർ, മാണിക്യവാസകർ എന്നിവർ ദേവാരം പാടലിൽ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെക്കുറിച്ച് പതികം പാടിയിരിക്കുന്നു. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ ധനുസ് സുബ്രഹ്മണ്യനെ കുറിച്ച് തന്റെ തിരുപ്പുകളിൽ പാടിപ്പുകഴ്ത്തിയിരിക്കുന്നു. അപ്പർ സ്വാമികൾക്ക് കൈലാസ ദർശനം കിട്ടിയ സ്ഥലമാണിത്. യമഭയം നീക്കുന്നതും കാശിക്ക് തുല്യമായതുമായ 6 ശിവക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അവയിലൊന്നാണ് തിരുവയ്യാറ്. തിരുവൻകാട്, തിരുവിടമരുതൂർ, തിരുവാഞ്ചിയം, തിരുസായ്ക്കാട്, മയിലാടുതുറൈ എന്നിവയാണ് മറ്റുള്ളവ. തിരുക്കടയൂർ ക്ഷേത്രത്തിലേതുപോലെ 60 വയസ്സ് തികഞ്ഞവരുടെ വിവാഹമായ ഷഷ്ട്യബ്ദപൂർത്തി, ഭീമരഥശാന്തി, സപ്തതി എന്നിവ ഇവിടെയും നടത്താറുണ്ട്. നൈമിഷമുനി, ഇന്ദ്രൻ, വ്യാഘ്രപാദർ, അഗസ്ത്യർ, ശിലാധർ, നന്ദി ഭഗവാൻ, വസിഷ്ഠ മഹർഷി എന്നിങ്ങനെ പല ദിവ്യരും ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. അഗസ്ത്യ മഹർഷിക്ക് തന്റെ കുള്ളമായ രൂപം ലഭിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് പറയുന്നത്. ശ്രീ പരമേശ്വരന്റെ വാഹനമായ നന്ദികേശന്റെ വിവാഹം നടത്തിക്കൊടുത്തത് ഈ ക്ഷേത്രത്തിലെ മൂലവർ അയ്യാറപ്പറാണ്. ഇവിടെ വെച്ചാണ് ഭഗവാൻ നന്ദിയെ തന്റെ മകനായി ഏറ്റെടുത്തത്. അഗസ്ത്യരുടെ നിർദ്ദേശപ്രകാരം സമുദ്രരാജന്റെയും കാവേരി നദിയുടെയും പരിണയം ഈ ക്ഷേത്രത്തിലെ ദേവി അറം വളർത്ത നായകി നടത്തിക്കൊടുത്തു. തിരുവയ്യാറിൽ കാവേരിക്ക് പ്രിയമായ പഞ്ചനദത്തിൽ സമുദ്രരാജൻ എത്തി ഒരു പാദം നീട്ടി കാവേരിയോട് കലർന്നെന്നും അതിനാൽ ഈ സ്ഥലത്ത് സമുദ്രതീർത്ഥം ഉണ്ടെന്നും താൻ പോകുന്ന വഴിക്കെല്ലാം മനുഷ്യരുടെ പാപങ്ങൾ തീർത്തു പോകണമെന്ന് കാവേരി നദി അയ്യാറപ്പറോട് അഭ്യർത്ഥിച്ചെന്നുമാണ് പുരാണങ്ങളിൽ പരാമർശം. തിരുവയ്യാർ ക്ഷേത്രത്തിന് ചുറ്റുമായി കാവേരിയാറ്, കുടമുരുട്ടിയാറ്, അരിസിലാറ്, വെണ്ണാറ്, വെട്ടാറ് എന്നീ 5 നദികൾ ഒഴുകുന്നതിനാലും ഈ 5 നദികളിലെ ജലം ഭഗവാന് അഭിഷേകത്തിനെടുക്കുന്നതിനാലും ഭഗവാൻ അയ്യാറപ്പർ, പഞ്ചനദീശ്വരർ എന്നിങ്ങനെയും ഈ പ്രദേശം തിരു ഐ ആറ് എന്നും പിന്നീട് തിരുവയ്യാറ് എന്നുമായി മാറി. ഭാരതത്തിലെ പ്രശസ്തമായ 51 അമ്മൻ ശക്തി പീഠങ്ങളിൽ ധർമ്മപീഠമാണ് തിരുവയ്യാറ് അയ്യാറപ്പർ ക്ഷേത്രം. ഏകദേശം 15 ഏക്കർ വിസ്തൃതിയുള്ളതും 4 ഗോപുരങ്ങളോടും 5 പ്രകാരങ്ങളോടും പല മണ്ഡപങ്ങളോടും കൂടിയ ഈ ക്ഷേത്രം തഞ്ചൈ പെരിയ കോവിലിന് മുമ്പുള്ളതും അതിനേക്കാൾ വളരെ വലുതുമാണ്. ഇതിനുള്ളിൽ പ്രധാനമായും 3 ശിവക്ഷേത്രങ്ങളുണ്ട്. 3-ാം പ്രകാരത്തിലെ കിഴക്ക് ഗോപുരം വിക്രമചോഴനും, പടിഞ്ഞാറ് ഗോപുരം ആദ്യ പ്രകാരം സൂര്യപുഷ്കരണി, തെക്ക് ഗോപുരം എന്നിവ ആണയപ്പിള്ളിയും സഹോദരൻ വൈദ്യനാഥനും നിർമ്മിച്ചതാണ്. 7-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഈ ക്ഷേത്രത്തിൽ 16-ാം നൂറ്റാണ്ട് വരെയും കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ രാജരാജ ചോഴന്റെ പട്ടമഹിഷി ലോകമഹാദേവി നിർമ്മിച്ച വടകൈലാസം എന്ന ക്ഷേത്രവും രാജേന്ദ്ര ചോഴന്റെ റാണി പഞ്ചവന്മാദേവി നിർമ്മിച്ച തെൻ കൈലാസം എന്ന ക്ഷേത്രവും ഭക്തർക്ക് ദർശിക്കാം. 3-ാം പ്രകാരത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്ക് ദർശനമായി നിന്ന് അയ്യാറ എന്ന് ഉറക്കെ വിളിച്ചാൽ 7 പ്രാവശ്യം എതിരൊലി കേൾക്കുന്നത് ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് ക്ഷേത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് ഇന്ന് വരെ ഗവേഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പിന്നിലുള്ള കഥ ഇങ്ങനെയാണ്. ഇവിടം ഭരിച്ചിരുന്ന കരികാല ചോഴൻ ഒരു നാൾ ഈ വഴി പോയപ്പോൾ അദ്ദേഹത്തിന്റെ തേർചക്രം മണ്ണിൽ ആഴ്ന്നിറങ്ങി. അത് ഇളക്കിയെടുത്തപ്പോൾ മണ്ണിൽ നിന്നും ഒരു സ്വയംഭൂ ശിവലിംഗം ലഭിച്ചു. ബുദ്ധിമാനായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും കുഴിച്ചപ്പോൾ ദേവി ധർമ്മസംവർദ്ധിനി ശിലയും മുരുകൻ, വിനായകർ, നന്ദി ശിലകളും കിട്ടി. ആ കൂട്ടത്തിൽ മുടി വിരിച്ചിട്ട് ഒരു സിദ്ധർ കഠിനതമം മണ്ണിനടിയിൽ ചെയ്യുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് വണങ്ങിയ രാജാവിനോട് ഇവിടെ ഒരു ക്ഷേത്രം പണിയാനും അതിനുവേണ്ട ധനം നന്ദിയുടെ കാലടികളിൽ നിന്ന് കുഴിച്ചെടുക്കാനും നിർദ്ദേശിച്ച് സിദ്ധർ മറഞ്ഞു. അപ്രകാരം ധനമെടുത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും ആ സ്വയംഭൂ ശിവലിംഗമാണ് അയ്യാറപ്പർ എന്നുമാണ് പറയുന്നത്. ശിവഭഗവാൻ തന്നെയാണ് സിദ്ധരുടെ രൂപത്തിൽ തിരുവിളയാടൽ നടത്തിയതെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം യമഭയം നീക്കുന്ന സ്ഥലമാണെന്ന് പറയാൻ കാരണമായ കഥ ഇതാണ്. മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ച സുദർശൻ എന്ന ബ്രാഹ്മണ ബാലൻ മനസമാധാനത്തിനായി ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ചു വരവെ ഒരു രാത്രി യമൻ കുട്ടിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇന്നേക്ക് 5-ാം നാൾ നിനക്ക് മരണം എന്നുര ചെയ്തു. കുട്ടി നേരെ തിരുവയ്യാറിലെത്തി. അവിടെ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശിവക്ഷേത്ര ദർശനവും പഞ്ചാക്ഷര മന്ത്രവും ജപിച്ചിരുന്നു. 5-ാം ദിവസം യമനെത്തി. യമഭയം നീക്കാൻ തെക്ക് ഗോപുരവാതിലിനരികെ കുട്ടിയെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിരിക്കാൻ നിർദ്ദേശിച്ചതോടൊപ്പം വസിഷ്ഠരും ജപം തുടങ്ങി. ശിവഭഗവാൻ ആട്കൊണ്ടാരെ കൊണ്ട് യമനെ ശിക്ഷിച്ചു. ഭക്തർക്ക് യമഭയം നീക്കാൻ തെക്ക് ഗോപുരത്തിനരികിൽ കാവലിരിക്കാൻ ശ്രീപരമേശ്വരൻ ആട്കൊണ്ടാരോട് നിർദ്ദേശിച്ചു.
നാലാം പ്രകാരത്തിൽ തെക്ക് ഗോപുരവാതിലിനരികിലുള്ള ഈ സന്നിധിയിൽ യമന്റെ മേലെ കാലമർത്തി യമനെ വധിക്കുന്ന ആട്കൊണ്ടാർ പ്രതിഷ്ഠയുണ്ട്. സന്നിധിക്ക് മുന്നിലായി കുങ്കിലിയ കുണ്ടം. ഭക്തർ യമഭയം മാറാനും ദീർഘായുസിനും ഈ കുണ്ടത്തിൽ കുങ്കിലിയം അതായത് സാമ്പ്രാണി പുകച്ച് പ്രാർത്ഥിക്കുന്നു. ആഞ്ജനേയർ സന്നിധിയിലെ പോലെ ഈ ആട്കൊണ്ടാർ സന്നിധിയിലും ഭക്തർ വടമാല ചാർത്തി പ്രാർത്ഥിക്കുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ 1,00,000-ലധികം വടകൾ കൊണ്ടുവരെ മാല ചാർത്താറുണ്ട്. തിരുവയ്യാർ അയ്യാറപ്പർ ക്ഷേത്രത്തിന് ദക്ഷിണ കൈലാസം എന്നും നാമമുണ്ട്. അതിനു പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഒരു നാൾ 63 നായന്മാരിൽ ഒരാളായ അപ്പർ സ്വാമികൾക്ക് കൈലാസത്തിൽ പോയി ശിവപാർവതിമാരെ ദർശിക്കണമെന്നൊരു ആഗ്രഹമുദിച്ചതിനാൽ അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു വിധത്തിൽ അദ്ദേഹം കൈലാസത്തിന് കീഴിലെത്തി. ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാനാവാതെ വീണുപോയ അദ്ദേഹത്തിന് മുന്നിൽ ശിവഭഗവാൻ സന്യാസിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പർ സ്വാമികൾ ഇനിയും പതികങ്ങൾ പാടേണ്ടതുണ്ട് എന്ന് ശിവഭഗവാൻ വിചാരിച്ചതിനാലോ എന്തോ ഉടലോടെ കൈലാസം പോകുക സാധ്യമല്ലെന്നും താങ്കൾക്ക് തിരുവയ്യാറിലെ കൈലാസ ദർശനം തരാം എന്ന് പറഞ്ഞ് സന്യാസി അദ്ദേഹത്തെ മാനസരോവർ പൊയ്കയിൽ മുങ്ങി നിവരാൻ പറഞ്ഞു. മാനസരോവരിൽ മുങ്ങിയ അപ്പർ നിവർന്നത് തിരുവയ്യാർ ക്ഷേത്രത്തിലെ സൂര്യപുഷ്കരണിയിലാണ്. അവിടെ വെച്ച് ഭഗവാൻ പാർവതീദേവിയോടൊപ്പം ഋഷഭവാഹനത്തിൽ അപ്പർ സ്വാമികൾക്ക് കൈലാസ ദർശനം കൊടുത്തു. ഇന്നും ആടിമാസം അമാവാസി രാത്രിയിൽ ക്ഷേത്രത്തിൽ ഈ കൈലാസ ദർശന വൈഭവം നടക്കുന്നു. ക്ഷേത്രത്തിലെ തീർത്ഥമായ സൂര്യപുഷ്കരണി ആർക്കും ഇറങ്ങാൻ അനുമതിയില്ലാതെ കനത്ത കമ്പിമതിലുകളാൽ പൂട്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഐതിഹ്യം നന്ദിദേവനെ കുറിച്ചാണ്. ഭഗവാന്റെ ഋഷഭവാഹനമായി മാറുന്നതിന് മുമ്പുള്ള കഥയാണിത്. തപോബലത്തിൽ അഗ്രഗണ്യനായ സിലധർ എന്ന മഹർഷിക്കും പത്നി ചാരുലക്ഷണെ എന്ന ചിത്രവതിക്കും കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ മഹർഷി തിരുവയ്യാറിലെത്തി സൂര്യപുഷ്കരണിയിൽ ആയിരക്കണക്കിന് വർഷം കഠിന തപസ്സിലേർപ്പെട്ടു. ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ മനുഷ്യരെ പോലെ പിറക്കാത്ത ദൈവിക ശിശു വേണമെന്നും ഭഗവാനെ പൂജിക്കുന്നവർ അവനെയും ദർശിക്കണമെന്നും വരം വാങ്ങിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സിലധർ പുത്രകാമേഷ്ടിയാഗം നടത്താൻ നിലം ഉഴുതുമ്പോൾ ഒരു സ്വർണ്ണപ്പെട്ടി കിട്ടുകയും അത് തുറന്നു നോക്കിയപ്പോൾ 4 കരങ്ങളോടെ ശിരസിൽ ചന്ദ്രനെ ചൂടിയ ഒരു കുഞ്ഞിനെ അതിനുള്ളിൽ കാണുകയും ചെയ്തു. ഉടനെ പെട്ടി ഒന്ന് അടച്ചു തുറക്കാൻ അശരീരി കേട്ടു. അപ്രകാരം ചെയ്ത് വീണ്ടും പെട്ടി തുറന്നപ്പോൾ സൂര്യപ്രഭയോടെ ഒരാൺകുഞ്ഞ് അതിനുള്ളിൽ കണ്ടു. ശിവാംശമായ ആ കുഞ്ഞാണ് ശൈലാദി എന്ന നന്ദി. അവർ കുഞ്ഞിനെ തികഞ്ഞ പാണ്ഡിത്യത്തോടെ വളർത്തി. നന്ദിക്ക് 7 വയസ്സായപ്പോൾ ആശ്രമത്തിലെത്തിയ മിത്രാവർണന്മാരിൽ നിന്നും കുഞ്ഞിന് 1 വർഷം കൂടി മാത്രമേ ഇനി ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കി മുനിദമ്പതികൾ വിഷമത്തിലായി. ഇത് മനസ്സിലാക്കിയ നന്ദിദേവൻ പിതാവിനെ ആശ്വസിപ്പിച്ച് യമന്റെയും യമനായ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് ഞാൻ യമനെ വെല്ലും എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യപുഷ്കരണിയിൽ ഇറങ്ങി കഴുത്തൊപ്പം ജലത്തിൽ നിന്നുകൊണ്ട് വേദത്തിന്റെ ഒരു പകുതിയായ രുദ്രത്തെ ജപിക്കാൻ ആരംഭിക്കവേ പിതാവും കുളക്കരയിൽ തപസാരംഭിച്ചു. രുദ്രജപം 1 കോടി പിന്നിട്ടപ്പോൾ ശിവഭഗവാൻ ദർശനം കൊടുത്ത് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും 1 കോടി തവണ ജപിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും രുദ്രജപം 7 കോടി കടന്നപ്പോൾ നന്ദിദേവന്റെ മേനി പ്രളയകാല തീ പോലെ ജ്വലിച്ചു. യമനടക്കമുള്ള ദേവന്മാർ ഞെട്ടിവിറച്ചു. നന്ദിദേവന്റെ രുദ്രജപം 8 കോടിയായപ്പോൾ ആകാശം മുഴുവനും വേദ ഒലി നിറഞ്ഞു. അന്നേരം ശിവഭഗവാൻ ശിരസിൽ ഗംഗയോടും ചന്ദ്രകലയോടും കഴുത്തിൽ നാഗാഭരണത്തോടെ നീലകണ്ഠനായി അംബികയോടൊപ്പം ദർശനം കൊടുത്ത് നന്ദിയെ കുളത്തിൽ നിന്നും പിടിച്ചു കയറ്റി ഉടൽ മുഴുവൻ തഴുകിക്കൊടുത്തു. എന്തു വരം വേണം മകനെ എന്ന് കനിവും വാത്സല്യവും തുളുമ്പുന്ന സ്വരത്തിൽ ചോദിച്ചു. ജനനം മരണം എന്നിവ തന്നെ ബാധിക്കരുതെന്നും എന്നും ഭഗവാന് സേവ ചെയ്യാൻ കൈലാസത്തിൽ ഭഗവാന്റെയും ദേവിക്കുമൊപ്പം ഗണപതിയും മുരുകനെയും പോലെ ഒരു സ്ഥാനം തരണമെന്നും തന്റെ മാതാപിതാക്കൾക്ക് ശിവനരുളാൽ മോക്ഷം വേണമെന്നും നന്ദി അപേക്ഷിച്ചു. സപ്തർഷിമാർക്ക് പോലും ഒരേ സമയം ലഭിക്കാത്തതാണ് ശിരസിൽ ചന്ദ്രനോടും ഗംഗയോടും നാഗാഭരണ ഭൂഷിത നീലകണ്ഠനായുള്ള ഭഗവത് ദർശനം. നിന്നെ ദർശിക്കുന്നവർക്ക് യമഭയം നീങ്ങും. നമുക്ക് സമാനമായ പരാക്രമത്തോടെയും യോഗശക്തിയോടെയും ശിവഭൂതഗണങ്ങൾക്ക് തലവനായി നീ വാഴും എന്ന് ശിവഭഗവാൻ നന്ദിയെ അനുഗ്രഹിച്ചു. ആയിരക്കണക്കിന് വർഷം ജലത്തിൽ രുദ്രജപം തുടർന്നതിനാൽ നന്ദിദേവന്റെ ഉടൽ മീനുകൾ ഭക്ഷിച്ച് അസ്ഥികൂടമായിരുന്നു. അംബികയുടെ പാൽ, നന്ദിയുടെ വായിലെ ജലം, ശൈവതീർത്ഥം, സൂര്യപുഷ്കരണി തീർത്ഥം, അമൃത് എന്നിങ്ങനെ 5 പദാർത്ഥങ്ങൾ കൊണ്ട് ഭഗവാൻ നന്ദിയെ അഭിഷേകം ചെയ്ത് മകനായി ഏറ്റെടുത്തതിനാൽ ഭഗവാൻ അയ്യാറപ്പർ എന്നറിയപ്പെട്ടു. കൈലാസത്തിൽ വെച്ച് പട്ടാഭിഷേകം നടത്തിയ നന്ദിദേവന് ഭഗവാനെയും ദേവിയെയും കുറിച്ചല്ലാതെ വേറെ ചിന്തകളുണ്ടായിരുന്നില്ല. എന്നും സദാസമയം ഭഗവാനെ കണ്ണിമ തെറ്റാതെ സേവിച്ചുകൊണ്ടിരുന്നു. കാലങ്ങൾ കടന്നു പോകവേ നന്ദിദേവന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ശിവഭഗവാൻ ചിന്തിച്ച് വീണ്ടും തിരുവയ്യാറിൽ വസിഷ്ഠ മഹർഷിയുടെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ പൗത്രി സുയസ്വയാംബികയെ നന്ദിക്കായി നിശ്ചയിച്ച് ഭഗവാൻ മടങ്ങി. ഇതിൽ പരം ഒരു സന്തോഷം വസിഷ്ഠ മഹർഷിക്കില്ല. ആ സമയത്ത് വിവാഹത്തിന് വേണ്ട പൂക്കൾ കൊടുത്ത ഗ്രാമമാണ് തിരുപ്പൂന്തുരുത്തി. പഴങ്ങൾ കൊടുത്തത് തിരുപ്പഴണം. നെയ്യും പാലും തിരുനെയ്ത്താനം എന്ന ഗ്രാമത്തിൽ നിന്ന്. ചോറ് തയ്യാറാക്കിയ തിരുച്ചോറ്റുത്തുറ ഗ്രാമം. ആഭരണങ്ങൾ കണ്ടിയൂരിൽ നിന്ന്. പൂജ ചെയ്യാനുള്ള ബ്രാഹ്മണർ തിരുവേദിക്കുടിയിൽ നിന്നെത്തി. അങ്ങനെ പങ്കുനി മാസം ശുക്ലപക്ഷ ദശമി തിഥിയിൽ പുണർദം നക്ഷത്രത്തിൽ വധുവിന്റെ ഗ്രാമമായ തിരുമഴപ്പാടിയിൽ വെച്ച് നന്ദിദേവനും സുയസ്വയാംബികയ്ക്കും വിവാഹം നടന്നു.
ഇന്നും ഈ ദിവസം തിരുമഴപ്പാടി വൈദ്യനാഥസ്വാമി ക്ഷേത്രത്തിൽ ഈ വിവാഹോത്സവം നടക്കുന്നു. ഇത് ദർശിക്കുന്നത് സർവ്വ ഐശ്വര്യം, ആഗ്രഹിച്ചത് നടക്കും എന്നാണ് വിശ്വാസം. ഈ 6 ക്ഷേത്രങ്ങളും തിരുവയ്യാർ ക്ഷേത്രവും ചേർന്നതാണ് തിരുവയ്യാർ സപ്തസ്ഥാന ക്ഷേത്രങ്ങൾ. വിവാഹിതനായി വളരെ കാലം കഴിഞ്ഞ് നന്ദികേശൻ ഭഗവാനെ ചുമക്കുന്ന ഋഷഭവാഹനമായി തന്റെ രൂപം മാറ്റണമെന്ന് പിന്നീട് വരം വാങ്ങിച്ചു എന്നാണ് പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ സപ്തസ്ഥാന ഉത്സവം, അതായത് ഏഴൂർ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് നന്ദി ഭഗവാന്റെ വിവാഹത്തിനായി അയ്യാറപ്പ സ്വാമിയും അറം വളർത്തുനായകി തായാരും നന്ദിയോടൊപ്പം കണ്ണാടിപ്പല്ലക്കിൽ പുറപ്പെട്ട് 7 ക്ഷേത്രങ്ങളിലേക്കും എഴുന്നള്ളുന്നു. അതാത് ക്ഷേത്രങ്ങളിലെ ഭഗവാനും ദേവിയും ഗ്രാമത്തിന്റെ അതിരിൽ നിന്ന് അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ പല്ലക്കുകളും ചെന്നെത്തുന്നത് തിരുനെയ്ത്താനത്താണ്. അന്ന് അവിടെ തങ്ങി പിറ്റേന്ന് എല്ലാ പല്ലക്കുകളും തിരുവയ്യാറിലെത്തി പൂജ കഴിഞ്ഞ് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നതോടെ കല്യാണ ഉത്സവം സമാപിക്കുന്നു. പിന്നീട് ചിത്രമാസത്തിൽ വധൂവരന്മാരെ മറ്റു ക്ഷേത്രങ്ങളിലെ ദേവനും ദേവിക്കും പരിചയപ്പെടുത്തി ആശീർവാദം വാങ്ങിക്കുന്ന ചടങ്ങാണ്. സംഗീത ചക്രവർത്തി ത്യാഗരാജസ്വാമികളുടെ സമാധിസ്ഥലം തിരുവയ്യാറിലാണ്. വർഷാവർഷം അവിടെ സംഗീതജ്ഞരെത്തി നവരത്ന സംഗീതത്തിൽ സംഗീതാഞ്ജലി വീഴ നടത്തുന്നു. ഈ ക്ഷേത്രത്തിലെ ധ്യാനമണ്ഡപം നിർമ്മിച്ചതിന് പിന്നിലൊരു കഥയുണ്ട്. ധ്യാനമണ്ഡപം ചുണ്ണാമ്പും കരിപ്പട്ടിയും മറ്റു കൂട്ടുകളും കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിനായി പ്രത്യേകം 2 കുഴികളിലാണ് ഇത് ശേഖരിച്ചിരുന്നത്. ഇത് നിർമ്മിച്ച തൊഴിലാളികൾക്ക് സ്വർണവും വെള്ളിയുമാണ് കൂലിയായി കൊടുത്തിരുന്നതത്രേ. 2 കുഴികളിലായിരുന്നത്രേ സ്വർണം വെള്ളി സൂക്ഷിച്ചിരുന്നത്. ജോലിക്കാർക്ക് കയ്യിൽ എടുക്കാവുന്നത്ര സ്വർണം വെള്ളി കൂലിയായി എടുക്കാൻ അനുമതി ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. ഇന്നും ആ കുഴികൾ ക്ഷേത്രത്തിലുണ്ട്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 7 നില രാജഗോപുരത്തോടും കൂടി കാണപ്പെടുന്ന തിരുവയ്യാർ അയ്യാറപ്പർ ക്ഷേത്രം പല്ലവ മന്നൻ നന്ദിവർമ്മന്റെ കാലത്ത് പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. രാജരാജ ചോഴൻ 1-ാമന്റെ കാലത്ത് ഈ പ്രദേശം പൊയ്കനാട്ട് തിരുവയ്യാറ് എന്നറിയപ്പെട്ടിരുന്നു എന്ന് ശിലാഫലകങ്ങളിലുണ്ട്. കൊടിമരം നന്ദി ഭഗവാനെ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യ പ്രകാരത്തിലാണ് മൂലവർ സന്നിധി. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയ്ക്കുള്ളിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ, അയ്യാറപ്പർ, പഞ്ചനദീശ്വരർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി അരുൾ ചൊരിയുന്നു. ഭഗവാൻ പൃഥ്വിലിംഗമായതിനാൽ അഭിഷേകമില്ല. പീഠത്തിന് മാത്രമാണ് അഭിഷേകം. തൈലക്കാപ്പാണ് പൂശുന്നത്. ഭഗവാന്റെ ജടാമുടി കരുവറയ്ക്ക് പിൻവശത്ത് പരന്നു കിടക്കുന്ന ഐതിഹ്യമുള്ളതിനാൽ ഭക്തർക്ക് കരുവറയെ പ്രദക്ഷിണം വയ്ക്കാൻ അനുമതിയില്ല. തിരുവാരൂർ ക്ഷേത്രത്തിലേത് പോലെയുള്ള ശിവലിംഗമാണിത്. മുമ്പുകാലത്ത് ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന പൂജാരി കാശി ക്ഷേത്രം സന്ദർശിച്ചു വരവെ വൈകിയതിനാൽ പൂജയ്ക്കെത്തിയില്ല. ഇതു മനസ്സിലാക്കി ക്ഷേത്ര അധികാരികൾ രാജാവിനോട് വിവരം ധരിപ്പിച്ചു. രാജാവ് ഉടനെ നിജസ്ഥിതി അറിയാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പൂജാരി ഭഗവാന് അഭിഷേകം നടത്തുന്നു. സത്യത്തിൽ പൂജാരി പിറ്റേന്നാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പൂജാരിയോടുള്ള താല്പര്യം കൊണ്ട് ശിവഭഗവാൻ തന്നെയായിരുന്നു പൂജാരിയുടെ രൂപത്തിൽ തന്നെത്താനെ പൂജ ചെയ്തതെന്ന് മനസ്സിലാക്കിയ രാജാവും ജനങ്ങളും ആശ്ചര്യപ്പെട്ടു. ഭക്തന് വേണ്ടി ഏതറ്റം വരെയും ഇറങ്ങിച്ചെല്ലാൻ തയ്യാറുള്ള ഭഗവാനാണ് അയ്യാറപ്പർ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. 2-ാം പ്രകാരത്തിൽ സോമസ്കന്ദർ, പഞ്ചഭൂതലിംഗങ്ങൾ, സപ്തകന്യകകൾ, ആദിവിനായകർ, നവഗ്രഹങ്ങൾ, നടരാജർ, വില്ലേന്തിയ വേലവർ, ഏഴൂർ തിരുനഗർ ലിംഗങ്ങൾ. ഈ ക്ഷേത്രത്തിൽ സ്വല്പം വ്യത്യാസമായി ധനുസ് ഏന്തിയ രൂപത്തിൽ വള്ളിദേവയാനി സമേതനായാണ് മുരുകഭഗവാൻ. നവഗ്രഹങ്ങൾ എല്ലാം സൂര്യനെ നോക്കി നിൽക്കുന്നു. ഈ നവഗ്രഹങ്ങൾ നിന്നുകൊണ്ട് ശിവഭഗവാനെ പൂജ ചെയ്യുന്നു എന്ന ഐതിഹ്യത്താൽ ഇവിടെ ആരും നവഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്യുന്നില്ല. കൈലാസ ദർശനം സാധ്യമായ 63 നായന്മാരിൽ സുന്ദരമൂർത്തി നായനാരും ചേരമൺ പെരുമാളും ഒരു നാൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കാവേരിയിൽ വെള്ളം കൂടിയതിനാൽ പതികം പാടിയപ്പോൾ വെള്ളം അവർക്ക് പോകാൻ നീങ്ങി നിന്നു. കരയിൽ നിന്നുകൊണ്ട് അയ്യാറടികളെ എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് വിളികേട്ട വിനായകർ ആട്കൊണ്ടാർ സന്നിധിക്കടുത്തുണ്ട്. 4-ാം പ്രകാരത്തിലാണ് തെൻ കൈലാസവും വട കൈലാസവും തെക്കു ഗോപുരവാതിലിനരികിൽ ആട്കൊണ്ടാർ സന്നിധിയും. പടിഞ്ഞാറ് ദിശയിലാണ് സൂര്യൻ. ആട്കൊണ്ടാർ സന്നിധിക്കടുത്ത് കുളക്കരയിൽ കാശി വിശാലാക്ഷി കോവിൽ. ഈ ക്ഷേത്രത്തിലെ ദക്ഷിണാമൂർത്തി ആമയുടെ മേൽ കാൽവെച്ച് യോഗദക്ഷിണാമൂർത്തിയായി അരുൾ ചൊരിയുന്നു. നൂറുകാൽ മണ്ഡപത്തിനടുത്ത് ദണ്ഡായുധപാണി ക്ഷേത്രം. അയ്യാറപ്പർ കോവിലിന്റെ ഈശാന്യമൂലയിലാണ് അറം വളർത്തുനായകി ക്ഷേത്രം. അമ്പാൾ മേൽക്കരങ്ങളിൽ ശംഖുചക്രത്തോടെ ഇടതുകൈ ഇടുപ്പിൽ അമർത്തി അറം വളർത്തുനായകി, ധർമ്മസംവർദ്ധിനി എന്നീ നാമങ്ങളോടെ പുഞ്ചിരിച്ചുകൊണ്ട് മഹാവിഷ്ണു സ്വരൂപമായി നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിന് അടുത്തെങ്ങും വിഷ്ണു ക്ഷേത്രങ്ങളില്ല. ശ്രീ പരമേശ്വരൻ 2 ഇടങ്ങഴി നെല്ല് ദേവിക്ക് കൊടുത്ത് 32 ധർമ്മങ്ങൾ ചെയ്യാൻ അയച്ചതാണ് ദേവിയെ. ദേവി ഇവിടെ ധർമ്മങ്ങൾ ചെയ്ത് ധർമ്മസംവർദ്ധിനിയായി നിലകൊള്ളുന്നു. ദേവിക്കും ഭഗവാനും വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ സർവൈശ്വര്യമാണ് ഫലം. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം സൂര്യപുഷ്കരണി, കാവേരി നദി. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ദിവസങ്ങളായ അമാവാസി, പ്രദോഷം കൂടാതെ ഏഴൂർ സപ്തസ്ഥാന ഉത്സവം, മഹാശിവരാത്രി, തൃക്കാർത്തിക, അപ്പർ കൈലാസക്കാഴ്ച ഉത്സവം, നവരാത്രി, സ്കന്ദഷഷ്ഠി, വിനായക ചതുർത്ഥി എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി ആഘോഷിക്കുന്നു. പൂജാസമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തഞ്ചാവൂരിൽ നിന്ന് 13 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തഞ്ചാവൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.